ഹലോ. ഹലോ. ആ ഉം. എന്താ എടുക്കാതെ വിളിച്ചിട്ട്? അതൊന്നുമില്ല, ചെറിയൊരു പരിപാടി. എന്ത് പരിപാടി? ചെറിയ ഒന്നുമില്ല, നമ്മൾ വെറുതെ ചങ്ങായിമാരുടെ കൂടി ഇന്ന് പിന്നെ വീക്കെൻഡ് ആയില്ലേ, അപ്പോൾ ചെറിയൊരു ഉം. ഒരു വെള്ളത്തിന്റെ പരിപാടി ഉണ്ടായി. അത് ശരി. ഉം. ആരെല്ലാം ഉണ്ടായിരുന്നു ചങ്ങായിമാര്? നമ്മളിവിടെ റൂമിലുള്ളവർ തന്നെ, റൂമിലുള്ള പിന്നെ പുറത്തുനിന്ന് ഒന്ന് രണ്ട് പിള്ളേർ വേറെ വന്നു, അത്രയും തന്നെ. ഗേൾസ് ഉണ്ടായിനാ? ഗേൾസാ? ഉം. ഏയ്, ഗേൾസ് ഒന്നുമില്ല. അത് ശരി. എന്താ ഞാൻ ചോദിച്ചത്? അല്ല, ഒന്നുമില്ല. ഗേൾസ് സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഗേൾസും കൂടി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ചോദിച്ചു. എങ്ങനെയുള്ള സ്ഥലങ്ങൾ? ഇത് നമ്മളെ റൂമാണ്. റൂമിൽ തന്നെ. എന്താ അവിടെ എന്തോരം കേട്ടിട്ടില്ലേ? എന്ത്? അല്ല, കേട്ടിന്, പക്ഷെ ഇത് നമ്മൾ ഇത്രയും ആള് നിൽക്കുന്ന റൂമല്ലേ. പിന്നെ ഉം. ഇല്ലെന്ന്. അല്ല, നാലെന്നിരിക്കും എന്താ ഒരു ഡൗട്ട്? എനക്ക് ഡൗട്ടൊന്നുമില്ല, ഞാൻ നോർമലായിട്ട് ചോദിച്ചു. ഞാൻ എന്തായിട്ട് ഇങ്ങനെ ഞെട്ടും ഗേൾസ് റൂമെല്ലാം ചോദിച്ചപ്പോ. അല്ല, അനക്ക് എല്ലടി ഞാൻ ഒരു കാര്യം പറട്ടെ. ഇത് പിന്നെ എനിക്ക് എന്നോട് സത്യം പറഞ്ഞ എന്താ എന്താ കൊണ്ടെങ്കിൽ തന്നെ. ശരി. എൻ്റെ പണ്ട് ഉം. ഞാനൊരു കല്യാണം കഴിയുന്നതിന് മുമ്പിട്ടാ, ഉം. എൻ്റെ ഒരു ഫാമിലി ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. ഉം. അപ്പോൾ ആ ഫങ്ഷന് പോയപ്പോൾ എൻ്റെ ഈ അമ്മ വീട്ടിലെ ആൾക്കാരെല്ലാം കുറച്ച് വെള്ളം അടിക്കുന്ന ടൈപ്പാണ്. ഗേൾസ് വെള്ളം അടിക്കും. ഉം. അപ്പോൾ എല്ലാ പരിപാടിക്കും അവരങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇത് കുറച്ച് എൻ്റെ ഏട്ടന്മാരെ ചങ്ങായിമാരുണ്ടാവില്ലേ, ഉം. അപ്പോൾ അവരെ ഫ്രണ്ട്സ് എല്ലാം വെള്ളമടിക്കുന്ന ടീംസാണ്. ഉം. അപ്പോൾ അവരെല്ലാവരും കൂടി വന്നിന്. അപ്പോൾ ഉം. അവരെല്ലാം കൂടി അടിച്ച്. ഉം. അപ്പോൾ അടിച്ചപ്പോൾ നല്ലോണം ബോസായി. ഉം. പിന്നെ അപ്പുറം ഇപ്പുറം ആയിരിക്കും മനസ്സിലാവാണ്ടായി. ഉം. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആരെല്ലാം ഭാര്യമാർ ഏതെല്ലാം ഭർത്താക്കന്മാരുടെ അടുത്താന്നുള്ളത് എല്ലാവരും അപ്പുറം ഇപ്പുറം എല്ലായിട്ടാണ് നിന്നിരിക്കുന്നത്. അവരോട് മാറിപ്പോയതാണോ അല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ പോയി നിന്നതാണോ എന്നൊന്നും അറിയില്ല. ഉം. ഒരാളുടെ ആ സൈഡിൽ നിന്ന് സംസാരിക്കുന്നത്, വേറെ ആൾ ഇപ്പുറത്തുനിന്ന് വെള്ളം അല്ല, ഇത് ഒഴിച്ചു എവിടുന്ന? കൊടുക്കുന്നത്. എൻ്റെ കുടുംബ വീട്ടിൽ നിന്ന്. ഓ, നിന്റെ അറിയതല്ലോ. എൻ്റെ എൻ്റെ ഏട്ടൻ്റെ ചങ്ങായിമാര്, ഏട്ടന് പഠിച്ചിന്, പിന്നെ ആപ്പന്മാരും എല്ലാം ഉണ്ട്. ആ. അപ്പോൾ അവരെ ചങ്ങായിമാര് എല്ലാം വന്നിന്. അപ്പോൾ അവർ ചങ്ങായിമാരെ ഭാര്യമാരുണ്ടാവില്ലേ, ആ. അവരും വന്നിന്. ഓ. ആ, അപ്പോൾ അതിൽ ഒരാളെ വെഡിങ് ആനിവേഴ്സറിന് വന്നു. ആ. അപ്പോൾ കുറച്ചും കൂടി അവരെയും കൂടി വിളിച്ച് അങ്ങനെ ആ. കുറച്ചും കൂടി ഒരു പരിപാടി കൂടുതലുണ്ട്. ആ. എന്നിട്ട് നമ്മളിങ്ങനെ ഇത് കാണാനൊരു രസമല്ലേ, അപ്പം നമ്മളിങ്ങനെ പുറത്ത് പോയിരുന്നു. ആ. നമ്മളൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ പുറത്ത് പോയിരുന്നു, ആ. ഞാനും എൻ്റെ കസിൻസ് എല്ലാം ഉണ്ട്. ഉം. അപ്പോൾ പുറത്ത് പോയിരുന്നപ്പോൾ അതിലൊന്നും ഒരു പെണ്ണ് ഇങ്ങനെ നടന്നു പോകുന്നു, മുകളിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഉം. സ്പീഡിൽ നടന്നു പോന്നോ. അപ്പോൾ വീഴാൻ പോയി. ഉം. ഉം. വീഴാൻ പോയപ്പോൾ ഏട്ടൻ വന്നങ്ങ് പിടിച്ച്. ആ. ഏട്ടൻ പിടിച്ച് പുറത്ത് കൊണ്ടുപോയി കിടത്തി. എന്നിട്ട് ഓ. പുറത്തെ ആ ഫുഡ് കൊടുക്കുന്ന സ്ഥലമില്ല, അവിടെ കൊണ്ടുപോയി കിടത്തി. ആ. ആ. എന്നിട്ട്? നമ്മളെല്ലാം എല്ലാവരും കുടിച്ചിട്ടില്ലേനത്. ഈ ഈ എടുത്തതെന്ന് പറയുന്നത് വേറൊരേട്ടനാണ്, വേറെ പെണ്ണിൻ്റെ ഭർത്താവാണ് എടുത്തത്, ഈ വീണ ചേച്ചീനെ. ഉം. ആ, ചേച്ചീൻ്റെ ഓൻ അപ്പുറത്തുണ്ട്. ആ. ആ പുള്ളിക്കാരൻ എന്താക്കുന്നു? പുള്ളിക്കാരൻ ചൂട്ടിലെ ആളത്, എല്ലാരും ആ. ചൂട്ടിലല്ലേ ഉള്ളത്. ആ. ആ. നമ്മളാണെങ്കിൽ അയ്യേ എന്തോരം വന്നിട്ട് പിടിക്കുന്ന കണ്ടപ്പോ. പക്ഷെ ഓള് വീഴാൻ പോകുമ്പോന്ന് പിടിച്ചിനി, എന്നാലും പിടിത്തം കണ്ടപ്പോ
നമുക്ക് പിന്നെ ഒന്നും തിരിയുന്നില്ല, ഇതെല്ലാം തമ്മാമല് മാറിപ്പോയി. പിന്നെ കുറച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഓളവിടെ കിടത്തി. ആ, പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആപ്പന്മാർ വന്നപ്പോൾ ആപ്പന്മാർ അവിടെ ഇല്ലേനു. അപ്പോൾ ആപ്പന്മാർ വന്നപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് മുകളിലൊരു റൂമുണ്ട്, ആ, ആ എല്ലാത്തിനെയും കൊണ്ട് ആടെ തട്ടി. ഉം, ചങ്ങായിമാരല്ല, അപ്പോൾ ഇവർ കുറച്ച് ഏജുള്ള ആൾക്കാർ കുറച്ച് സീനാക്കിയാലോ എന്ന് വെച്ചിട്ട് ഉം, എല്ലാത്തിനെയും കൊണ്ടിട്ട് മേലെ തട്ടി. ഉം. പിന്നെ എല്ലാം മിക്സഡ് ആയിട്ടാണ് കിടക്കുന്നതെല്ലാം കണ്ടത്. എന്താ നടന്നതെന്നല്ല എനിക്കറിയാം. ഏയ് ഗ്രൂപ്പായിട്ടൊന്നും എന്തായാലും ഒന്നും ഉണ്ടാവില്ല. ഗ്രൂപ്പായിട്ട് ആവശ്യം മേലെ ഉണ്ടായിന്. എല്ലാരും അവിടെ അങ്ങനെയും പോസാന്ന് ആർക്കും തമ്മാമലൊന്നും തിരിയുന്നില്ല. ഏ, എന്തോ കാണേണ്ടതേനു. നീ ഇതെല്ലാം പോയിട്ട് ഒളിഞ്ഞു നോക്കിയല്ലേ? ഒളിഞ്ഞു നോക്കിയതല്ലെങ്കിൽ നമ്മക്കെല്ലാം എന്താ ഒളിഞ്ഞു നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒളിഞ്ഞു നോക്കേണ്ട കാര്യമില്ലല്ലോ, മുന്നിൽ തന്നെയല്ലേ നടക്കുന്നത്. ഏ, നീ എന്നിട്ട് പിന്നെന്ന് ഇടക്കിടക്കേ പോയി പറഞ്ഞാല് നോക്കി എന്താവുന്നത് എന്താവുന്നത്. ആ നോക്കി. പിന്നെന്ന് പറഞ്ഞാല് ആ ബിരിയാണിനെ ഉം, ബിരിയാണി എടുക്കുക. ഏതോ ഒരേട്ടെ എല്ലാം ഇവര് ആരാന്നും തിരിയുന്നുണ്ട്, ഏതോ ഒരേട്ടെ വേറെ ആ, ഏതോ ഓറെ അയ്യച്ചിക്ക് വാരി കൊടുക്കുക. നമ്മളിങ്ങനെ നോക്കി ചിരിക്കലേനു. അയാളുടെ ഓനുണ്ടാവും അപ്പുറത്തിരുന്നിട്ട്. അപ്പൊ അയ്യ അവർക്ക് വേറെ ആള്. ആ എന്നിട്ട് ഇവരുണ്ടാവും വാരി കൊടുക്കുന്നത്. എന്തെല്ലോ കളിക്കുന്നു. ഇനി പറഞ്ഞ എനക്കതാ പെട്ടെന്ന് ഏ, ഏട്ടന്മാർ പെട്ടെന്ന് എനിക്കതാ ഓർമ്മ വന്നത്. ആ, ആ, ആ. ഇല്ല, ഉം. അതേപോലെ ഒന്നും എന്തായാലും ഉണ്ടായില്ല. അതിനെ പറ്റിയൊന്നും നീ മേടിക്കണ്ട. ഉം. അതാ എനിക്കെന്ത് പേടി, എനിക്ക് പേടിയൊന്നുമില്ല. അത് ഞാൻ എനിക്ക് എപ്പോഴും ഞാൻ പറയുന്നല്ലേ, എന്താക്കിയാലും എന്തായാലും. അങ്ങനെയല്ല, ഞാൻ എപ്പോഴും ഏട്ടനടുത്ത് പറയുന്നല്ലേ പുറത്തുള്ള ഒന്ന് പോയിക്കോന്നല്ലോ. അതെ. അങ്ങനെ പേടിയില്ലാതല്ല. ഏട്ടൻ പിന്നെ എല്ലാം എൻ്റെ അടുത്ത് പറയുന്നു, എനിക്കറിയാം. ആ, നീ എപ്പം ഇതേപോലെ എന്തെങ്കിലും. അന്ന് അടിച്ചിട്ടൊന്നുമില്ല, പിന്നെ അടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിന്. ആ, പക്ഷേ ആ. അതിനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഓ, ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ടായിരിക്കും അല്ലേ? എന്ത്? നീ ഇപ്പൊ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ടായിരിക്കും അല്ലേ? ഉം. ആ, എന്താ? നീ ഞാനില്ലാണ്ട് എവിടെയും പോയിട്ട് അടിക്കണ്ട. ഞാൻ അടിക്കൊന്നുമില്ല. അല്ല, ആ, അടിച്ച് ഇത്രയും ബോധം ഉണ്ടാവില്ല അല്ലേ? ഇല്ല, അടിച്ച ആർക്കും ഒന്നും മനസ്സിലാവില്ല. അല്ല, ആയിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. ചിലവർക്ക് വേറെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചിലവര് ഉം. ചിലവർക്ക് എന്താ പറയാ അതിൻ്റെതായ ഒരു ഒരു ഗട്സ് ഉണ്ടാവും. പക്ഷെ നമുക്ക് ഒരു ദിവസം നോക്കാം, എന്ത് നോക്കാം? അടിച്ചിട്ട് നോക്കാം. ഇതൊന്നും മതിയാവുന്നില്ലേ? അങ്ങനെയാട്ടാ, എല്ലാം ഒന്ന് ട്രൈ എനിക്ക് ചെയ്യാം എന്നെ നമ്മള്. പോരെ, ഞാൻ പോരെ എനിക്ക്. എന്നാലും മതി. ഓ അത് ശരി, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താണ്? ഏട്ടനെ പറ്റി പൊണ്ണ് ചോദിച്ചിനാട്ടാ. ആര്? ഞാൻ പറഞ്ഞ ഏട്ടന് മെസ്സേജ് ആ, അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവളൊന്നും അയച്ചില്ല കേട്ടോ എനിക്ക്. ഇത്ര ഞെട്ടല്. ഞാൻ ഏ ഞാൻ മറന്നുപോയ കാര്യം അത്. എന്താ അവളൊന്നും ഇത്ര സന്തോഷത്തില് എല്ലാ ഒരു ഞെട്ടല്? അവളൊന്നും അയച്ചില്ല എനിക്ക്. ഞാൻ പറഞ്ഞു ഇപ്പൊ അയക്കുള്ളൂ. ഞാനിപ്പോ കുറച്ചൊരു 3 മണിക്കൂറായിട്ട് മെസ്സേജ് അയച്ചിട്ട്. എന്നാ ചാറ്റ് അവൾക്ക് മെസ്സേജ്. വലിയ താല്പര്യമൊന്നുമില്ലടേ. അവള് വെറുതെ ചോദിച്ചതായിരിക്കും ഇതിനോട്. ഇല്ല, ഓള് പുറത്തായിട്ട് എനിക്ക് കൊണ്ടുപോവാം. കാരണം ഓൾക്ക് എപ്പോഴും തിരക്ക്, എപ്പോഴും ആ, കല്യാണം. ഇത് നിനക്കാണ് തിരക്ക്, അല്ലാണ്ട് അവൾക്കല്ല. അല്ല, ഓൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ മെസ്സേജ് ഇങ്ങോട്ട് ഉം. മെസ്സേജ്. ഞാൻ സീൻ ചെയ്യാൻ ലേറ്റ് ആയിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഏട്ടൻ എൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കാനാ പറഞ്ഞത്. ഓള് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഏട്ടൻ അയക്കൂല്ലെങ്കിൽ ഏട്ടക്ക് മെസ്സേജ് അയക്ക് അങ്ങനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ അയച്ചോളാന്ന് പറഞ്ഞു. ഉം. പിന്നെന്തോ മെസ്സേജ് അയച്ചിട്ട്